കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യൂട്യൂബിൽ ഒരുപാട് ആളുകളുടെ ചാനൽ മോണിറ്റൈസ് ആയി വളരെ നന്നായി പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പലരുടെയും ചാനൽ ഡീമോണിറ്റൈസ് ആകുന്നുണ്ട്. അവരുടെ മോണിറ്റൈസേഷൻ യൂട്യൂബ് എടുത്ത് കളയുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയതായി മോണിറ്റൈസേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന പലരുടെയും മോണിറ്റൈസേഷൻ റിജക്റ്റ് ആകുന്നുമുണ്ട്. ഇതിന് പറയുന്ന കാരണമോ സസ്പെൻഡഡ് ഡ്യൂ ടു റിലേറ്റഡ് ചാനൽ. ഇതാണ് ഇതിന് പറയുന്ന കാരണമെന്ന് പറയുന്നത്. ഇത് മൾട്ടിപ്പിൾ ചാനൽസ് ഉള്ളവർക്കും അതുപോലെ തന്നെ പണ്ട് എപ്പോഴോ ഒരു ചാനൽ ഉണ്ടായിരുന്നു, ആ ചാനലിനെ കുറിച്ച് ഇപ്പോൾ ഒട്ടുമേ ഓർമ്മയില്ല. ഇപ്പോൾ ഒരു പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്ത് മോണിറ്റൈസ് ചെയ്ത് വളരെ നന്നായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ ചാനലിനെ കുറിച്ച് അവർ മറന്നേ കളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ളവർക്കുമാണ് ഈ ഒരു സംഭവം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ചാനലിൽ സംഭവിക്കുകയാണെങ്കിൽ, അതായത് സസ്പെൻഡഡ് ഡ്യൂ ടു റിലേറ്റഡ് ചാനൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നീട് അതിനെ ശരിയാക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്താണ് ഈ സസ്പെൻഡഡ് ഡ്യൂ ടു റിലേറ്റഡ് ചാനൽ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ചാനലിൻ്റെ ഈ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? അതിനുള്ള ഒരു വിശദീകരണമാണ് ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ മൾട്ടിപ്പിൾ ചാനൽസ് ഉണ്ടെങ്കിൽ ഇത് വരാതിരിക്കാൻ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ഇത് വന്നു കഴിഞ്ഞാൽ ഇതിനുള്ള സൊല്യൂഷൻ എന്താണ്. ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, ഇത് ശരിയാക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും ഇതിന് സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ എന്താണ്? ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചാനൽസ് ഉണ്ടെങ്കിൽ, അതല്ല ഇപ്പോൾ ഒരു ചാനലേ ഉള്ളൂ, പിന്നീട് ഒന്നോ രണ്ടോ ചാനൽ നിങ്ങൾ വീണ്ടും തുടങ്ങിയെന്നും വരാം, അങ്ങനെയുള്ളവരാണെങ്കിലും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കണ്ടിരിക്കണം. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ കറക്റ്റായി മനസ്സിലാക്കുക. സപ്പോസ് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ചാനൽസ് ഉണ്ടെന്ന് കരുതുക. ഇവിടെ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് 3 ചാനൽ വെക്കാം. അതായത് നിങ്ങൾക്ക് 3 ചാനൽസ് ഉണ്ട്. അതിൽ ഈ ഒന്നാമത്തെ ചാനലിൽ നിങ്ങൾക്ക് 1 lakh സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. രണ്ടാമത്തെ ചാനലിൽ 50,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഈ 2 ചാനലും നിങ്ങളുടേത് മോണിറ്റൈസ് ആയതാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് വളരെ നന്നായി പൈസയും കിട്ടുന്നുണ്ടെന്ന് കരുതുക. ഇനി ഒരു മൂന്നാമത്തെ ചാനൽ ഒന്നെങ്കിൽ ഈ 2 ചാനലും തുടങ്ങിയതിന് മുമ്പേ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതാണ്, അതല്ലെങ്കിൽ ഈ 2 ചാനലിനും ശേഷം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതാണ്. എങ്ങനെയാണെങ്കിലും ഒരേപോലെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ മൂന്നാമത്തെ ചാനലിൽ ഒരു 3000 അല്ലെങ്കിൽ 4000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് കരുതുക. ഇത് ഒന്നെങ്കിൽ ഓൾറെഡി മോണിറ്റൈസ് ആയതാണ്, അതല്ലെങ്കിൽ ഇതിൻ്റെ മോണിറ്റൈസേഷൻ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടിരിക്കുകയാണെന്നും കരുതുക. എനിവേ, അപ്പോൾ ഇതിൻ്റെ മോണിറ്റൈസേഷൻ നിങ്ങളിപ്പോൾ ആപ്ലിക്കേഷൻ കൊടുത്തതാണെങ്കിൽ റിജക്റ്റ് ആവുകയാണ്. എന്തെങ്കിലും തെറ്റുകൾ കാരണം ഇത് റിജക്റ്റ് ആവുകയാണ്. അതല്ലെങ്കിൽ ഓൾറെഡി മോണിറ്റൈസേഷൻ ആയ ചാനലാണ് ഇതും, അതായത് 3 ചാനലും മോണിറ്റൈസേഷൻ ആയതാണ്. പക്ഷേ ഈ 3000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ എന്തെങ്കിലും കാരണങ്ങളുണ്ട്, എന്തെങ്കിലും തെറ്റുകളുണ്ട് നഷ്ടപ്പെടുകയാണെങ്കിൽ, അപ്പോൾ ഇതിൻ്റെ മോണിറ്റൈസേഷൻ 3000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ ഈ 2 ചാനലിൻ്റെ മോണിറ്റൈസേഷൻ, ഈ 50,000 സബ്സ്ക്രൈബേഴ്സും 1,00,000 സബ്സ്ക്രൈബേഴ്സും ഉള്ള ഈ 2 ചാനലിൻ്റെ മോണിറ്റൈസേഷനും ഇതിനോടൊപ്പം തന്നെ നഷ്ടപ്പെട്ടു പോകും. ഇതാണ് സസ്പെൻഡഡ് ഡ്യൂ ടു റിലേറ്റഡ് ചാനൽ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ എക്സാമ്പിൾ 2 ചാനൽ എന്നേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ എത്ര ചാനൽ ഉണ്ടെങ്കിലും ശരി, ആ എല്ലാ ചാനലുകളുടെ മോണിറ്റൈസേഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. ഇത് ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ സർക്കംവെൻഷൻ പോളിസിയെ പോലെ തന്നെയാണ്. അതായത് ഈ സർക്കംവെൻഷൻ പോളിസിയും ഈ സസ്പെൻഡഡ് ഡ്യൂ ടു റിലേറ്റഡ് ചാനലും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഈ സർക്കംവെൻഷൻ പോളിസിയിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ചാനലിനെ യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ, യൂട്യൂബിൽ നിന്നും റിമൂവ് ചെയ്ത് കളഞ്ഞാൽ, നമ്മുടെ മറ്റെല്ലാ ചാനലുകളെയും യൂട്യൂബ് ഇതിനോടൊപ്പം റിമൂവ് ചെയ്ത് കളയും, ടെർമിനേറ്റ് ചെയ്ത് ദൂരെ കളയും. ഇതാണ് ഈ സർക്കംവെൻഷൻ പോളിസിയിൽ സംഭവിക്കുന്നത്. പക്ഷേ ഈ സസ്പെൻഡഡ് ഡ്യൂ ടു റിലേറ്റഡ് ചാനലിൽ സംഭവിക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ, നമ്മുടെ ഒരു ചാനലിൻ്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റെല്ലാ ചാനലുകളുടെയും മോണിറ്റൈസേഷനാണ് നഷ്ടപ്പെടുന്നത്. ചാനൽ ഒരെണ്ണം പോലും നഷ്ടപ്പെടുത്തില്ല, റിമൂവ് ചെയ്ത് കളയത്തില്ല, ചാനലെല്ലാം അവിടെ തന്നെ ഉണ്ടായിരിക്കും. ഇതാണ് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാനിവിടെ 3 ചാനലുകളുടെ കാര്യം പറഞ്ഞു. ഇത് ഈ 2 ചാനൽ ഒരു തെറ്റ് പോലും ചെയ്തിട്ടുണ്ടാവില്ല. ഈ മൂന്നാമത്തെ ഈ ചാനലിൻ്റെ ഒരൊറ്റ തെറ്റ് കാരണം മാത്രമാണ് ഒരു തെറ്റ് പോലും ചെയ്യാതെ ഈ 2 ചാനലിൻ്റെയും കൂടി മോണിറ്റൈസേഷൻ ഇവിടെ നഷ്ടപ്പെടുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ കറക്റ്റായി മനസ്സിലാക്കി വെക്കുക. ഇനി ഇത് വന്നു കഴിഞ്ഞാൽ ഇതിനുള്ള സൊല്യൂഷൻ എന്താണ് എന്ന് പറയുന്നതിന് മുമ്പായി ഇത് വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത് വരാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചാനൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോ പുതിയ ചാനലിൻ്റെയും മോണിറ്റൈസേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായി നിങ്ങളുടെ ചാനലിലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ thoroughly ചെക്ക് ചെയ്യുക. ഈ മോണിറ്റൈസേഷൻ്റെ പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞിട്ട് വേണം നിങ്ങൾ ഈ മോണിറ്റൈസേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കാൻ. കാരണം ഈ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓൾറെഡി മോണിറ്റൈസ് ആയ ചാനലുകൾ ഉണ്ട് എന്നുള്ളൊരു ഓർമ്മ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ മോണിറ്റൈസേഷൻ പോയി കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ ഓരോ വീഡിയോസ് ഇടുമ്പോൾ ഈ യൂട്യൂബിൻ്റെ എല്ലാ പോളിസികളും പാലിച്ചു വേണം നിങ്ങൾ നിങ്ങളുടെ ചാനലിലെ വീഡിയോസ് ഇടാൻ. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ
അതായത് സസ്പെൻഡ് ഡ്യൂ ടു റിലേറ്റഡ് ചാനൽ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഒരു ചാനലിൻ്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുകയാണെങ്കിൽ എന്താണ് അതിനുള്ള ഒരു സൊല്യൂഷൻ? അതറിയാനായി നിങ്ങൾ ആദ്യം ഈ ഒരു സ്ക്രീൻഷോട്ട് നോക്കിക്കേ. ഇവിടെ ഇതിനെതിരായി നമുക്ക് അപ്പീൽ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്, അതുപോലെ അത് കഴിഞ്ഞിട്ട് റീഅപ്ലൈ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് അപ്പീലാണ് നിങ്ങൾ കൊടുക്കുന്നത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നോ? നിങ്ങൾ ഈ ചാനലിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അവർക്കും അറിയാം. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ തെറ്റ് പറ്റിയിരിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ഈ ചാനലിലല്ല പ്രശ്നം. നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ മറ്റൊരു ചാനൽ ഡീമോണിറ്റൈസ് ആയി കിടക്കുന്നുണ്ട്. അത് കാരണമാണ് ഇതിൻ്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അപ്പീൽ നമ്മൾ ഇവിടെ കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ആദ്യം ഡിമോണിറ്റൈസ് ആയി കിടക്കുന്ന ആ ഒരു ചാനൽ അത് ഏതാണോ അതിൽ മോണിറ്റൈസേഷൻ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു വഴി. അത് എങ്ങനെയെങ്കിലും അതിൻ്റെ മോണിറ്റൈസേഷൻ ശരിയാക്കി കഴിഞ്ഞാൽ, അതിന് തിരിച്ച് മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മറ്റ് ചാനലുകളുടെ മോണിറ്റൈസേഷൻ തിരിച്ച് കിട്ടിയിരിക്കും. അതല്ലെങ്കിൽ ആ ചാനലിൽ മോണിറ്റൈസേഷൻ തിരിച്ച് കിട്ടിയതിന് ശേഷം ഇവിടെ നമ്മൾ റീഅപ്ലൈയിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, ഉറപ്പായും മറ്റെല്ലാ ചാനലുകളിലും മോണിറ്റൈസേഷൻ നമുക്ക് തിരിച്ച് കിട്ടിയിരിക്കും. അതല്ലാതെ ഇവിടെ കിടന്ന് അപ്പീൽ കൊടുക്കുകയോ റീഅപ്ലൈ കൊടുക്കുകയോ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ ഏത് ചാനലാണോ ആദ്യം ഡിമോണിറ്റൈസ് ആയത് ആ ചാനലിലാണ് നമ്മൾ ആദ്യം വർക്ക് ചെയ്യേണ്ടത്. അതിനെ എഡിറ്റിംഗ് ചെയ്യുക, പുതിയ വീഡിയോസ് ഇടുക, ഈ മോണിറ്റൈസേഷൻ പോളിസിക്ക് എതിരായിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് കളഞ്ഞ് അവിടെ നമ്മൾ ആ ചാനലിൽ റീഅപ്ലൈ കൊടുത്ത് അതിൻ്റെ മോണിറ്റൈസേഷനാണ് നമ്മൾ ആദ്യം തിരിച്ചു കൊണ്ടുവരേണ്ടത്. അത് കഴിഞ്ഞാൽ ഈ എല്ലാ ചാനലുകളും ഓട്ടോമാറ്റിക്കലി നമ്മുടെ മോണിറ്റൈസേഷൻ തിരിച്ചു വന്നുകൊള്ളും. ഇതാണ് ഇതിനുള്ള ഒരേ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. വേറെ ഒരു സൊല്യൂഷനുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ഈ ഒരു പോളിസിയെ ഡേഞ്ചറസ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സസ്പെൻഡ് ഡ്യൂ ടു റിലേറ്റഡ് ചാനൽ എന്ന് പറഞ്ഞ് നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ എന്തുകൊണ്ടാണ് നഷ്ടപ്പെടുന്നത്, ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ഇത് വരാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, വന്നു കഴിഞ്ഞാലുള്ള സൊല്യൂഷൻ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. കാരണം ആ സൊല്യൂഷൻ അല്ലാതെ വേറൊരു സൊല്യൂഷൻ നമുക്ക് ഇല്ല. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അതിനനുസരിച്ച് വേണം ഇനി മുതൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചാനൽസ് ഉണ്ടെങ്കിൽ ആ മൾട്ടിപ്പിൾ ചാനൽസിനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിൽ നിങ്ങൾക്ക് പണി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ചാനലിലും ആ ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾക്ക് പണി കിട്ടിയെന്ന് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.